മുഖ്യമന്ത്രിയുടെ ദ ഹിന്ദു പത്രത്തിലെ അഭിമുഖം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. വിപുലമായ മാധ്യമ മാനേജ്മെന്റ് സംവിധാനമുള്ളപ്പോൾ PR ഏജൻസി എന്തിനാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. 2, മുഖ്യമന്ത്രി പറയുന്നതാണ് ശരിയെങ്കിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചതാണ് ശരിയെങ്കിൽ, ദ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി പറയാത്ത ഭാഗം കൂട്ടിച്ചേർത്ത PR ഏജൻസിക്കെതിരെ കേസെടുക്കുമോ എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ചോദ്യവും. കലാപ ആഹ്വാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ശ്രീജിത്തും നമുക്കൊപ്പം ചേരുന്നു, PR സുനിലുമുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മന്ത്രിമാർ തീർത്ത പ്രതിരോധം ദുർബലമാണ് എന്നാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി കലാപാഹ്വാനത്തിന് ശ്രമിച്ചു PR ഏജൻസി, അതുകൊണ്ട് PR ഏജൻസിക്കെതിരെ കേസെടുക്കണം എന്നാണ്. നിലവിൽ PR ഏജൻസിക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിയുമോ? കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ ദ ഹിന്ദു പത്രം വിശദീകരിക്കുന്നത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ചായിരിക്കുമല്ലോ PR ഏജൻസി പത്രത്തെ കണ്ടിട്ടുണ്ടാവുക. ഈ വിവരം, ഈ കൂട്ടിച്ചേർത്ത വിവരമടക്കം കൊടുക്കുമ്പോൾ അത് പ്രസ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കണ്ട് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷമല്ലേ അത് പ്രിന്റിലേക്ക് പോവുകയുള്ളൂ. നിലവിൽ PR ഏജൻസിക്കെതിരെ കേസെടുക്കുക സാധ്യമാണോ? ശ്രീജിത്ത്. അരുൺ, PR ഏജൻസിക്കെതിരെയും വാർത്ത പ്രസിദ്ധീകരിച്ച, അഭിമുഖം പ്രസിദ്ധീകരിച്ച ഹിന്ദു ദിനപത്രത്തിനെതിരെയും കേസെടുക്കണം എന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും മറ്റ് നേതാക്കന്മാരുടെയും ആവശ്യം അതൊരു രാഷ്ട്രീയമായ കുരുക്കാണ്. അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തീർക്കുന്ന പ്രതിരോധമാണ് വസ്തുതയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ തെറ്റായ വാർത്ത, തെറ്റായ വിവരം പ്രസിദ്ധീകരിച്ച ഹിന്ദു ദിനപത്രത്തിനെതിരെയും അത് ഹിന്ദു ദിനപത്രത്തിന് എഴുതി കൊടുത്തുവെന്ന് അവർ പറയുന്ന PR ഏജൻസിക്കെതിരെയും കേസെടുക്കുന്നില്ല എന്നത് കൃത്യമായൊരു രാഷ്ട്രീയ കുരുക്കാണ്. അതായത് ഹിന്ദു ദിനപത്രത്തിനും കെയ്സൺ എന്ന ഏജൻസി എതിരായ ഒരു നിലപാടെടുക്കാൻ സർക്കാരിനെ നിർബന്ധിതമാക്കുന്ന എന്ന ഒരു ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത്. അതായത് PR ഏജൻസി എന്ന് പറയുന്നത് സർക്കാർ നിയോഗിച്ച ഏജൻസിയാണ്. മാത്രമല്ല, ഈ ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്താൻ ഇടപെട്ടത്. അഭിമുഖം നടക്കുന്ന സമയത്ത് PR ഏജൻസിയുടെ 2 പ്രധാനപ്പെട്ട പ്രതിനിധികൾ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഹിന്ദു തന്നെ വിശദീകരിച്ചതാണ്. ഇന്നലെ റിജോയിൻഡർ ഇറക്കിയ ഹിന്ദു ഇന്ന് അതേ റിജോയിൻഡർ കുറച്ചുകൂടി വിസ്തൃതമായി അവരുടെ ദിനപത്രത്തിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അവർ അപ്പോൾ ആ നിലപാടിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അപ്പോൾ ആര് പറയുന്നതാണ് ശരി എന്ന ചോദ്യം സ്വാഭാവികമായി വരും. അങ്ങനെ ആര് പറയുന്നതാണ് ശരി എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് PR ഏജൻസിക്കെതിരെ തെറ്റായ അഭിമുഖം പ്രസിദ്ധീകരിച്ച ഹിന്ദുവിനെതിരെ കേസിന് പോകുന്നില്ല, കേസ് കൊടുക്കാത്ത എന്ത് എന്ന ചോദ്യം. അപ്പോൾ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ഹിന്ദു പറയുന്ന കാര്യം വസ്തുതയല്ലെങ്കിൽ എന്തുകൊണ്ടൊരു നിയമ നടപടിക്ക് സർക്കാർ പോകുന്നില്ല എന്ന ചോദ്യം കൃത്യമായ ഒരു രാഷ്ട്രീയ കുരുക്കായി മാറുകയാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഞാൻ തിരിച്ചു വരാം PR സുനിലേക്ക്. PR സുനിൽ ഡൽഹിയിൽ തന്നെ തുടരുന്നുണ്ട്. നമുക്കിനി ഒരു 180 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് PR സുനിലേക്ക് വരുമ്പോൾ ഈ PR ഏജൻസി, കെയ്സൺ എന്ന PR ഏജൻസി വേദാന്ത അടക്കമുള്ള കമ്പനികളുടെ PR വർക്കുകൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് അവരുടെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. 10-17 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു PR ഏജൻസിയാണ്. ഈ കമ്പനിയെ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തുകൊണ്ട് സഹായം തേടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2, മുഖ്യമന്ത്രി ഓഫീസ് അറിയാതെ ഇത്തരമൊരു PR ഏജൻസി ഉപയോഗിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. റിലയൻസിന്റെ ഷെൽ കമ്പനിയായ മേവൻ കമ്പനിയുമായി ഈ PR ഏജൻസിക്കുള്ള ബന്ധം കൂടുതൽ കുരുക്കായി മാറുമോ?